ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലെഗ് റൈസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ബേസിക് റൈസുകൾ മാത്രമാണ്. ഇതിൻ്റെ പല പല വെർഷനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് ലെഗ് റൈസിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതിനു മുമ്പ് ഒരു ഓഡിയോ ക്ലിപ്പ്. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഡിഗ്രിക്ക് കൂടെ പഠിച്ചത്. അദ്ദേഹം ഇപ്പോൾ ഒരു ബിസിനസ്മാനാണ്, ഒരു ഷോപ്പ് നടത്തുന്നതാണ്. അദ്ദേഹം എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കേൾക്കാം. കാണിക്കുന്ന എക്സസൈസ് ഒക്കെ ഈ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം ശരീരം അനങ്ങാതിരിക്കുന്നവർ പെട്ടെന്ന് കയറി ചെയ്തു കഴിഞ്ഞാൽ കാലുവേദനയും മസിൽ പിടുത്തവും ഒക്കെ ഉണ്ടാകത്തില്ലേ. അപ്പോൾ ഫസ്റ്റ് ഈ എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നവർ ഇച്ചിരിയൊക്കെ വ്യായാമം ഉള്ളവരാണെങ്കിൽ ഓക്കെ, അത് കണ്ട് പെട്ടെന്ന് ചെയ്താൽ അതുപോലെ നമുക്ക് വഴങ്ങിയെടുക്കാൻ പറ്റും. അപ്പം എനിക്ക് എക്സസൈസ് ഇല്ലാത്ത വ്യക്തിയാണ്. ഞാൻ രാവിലെ പോയി അവിടെ കുത്തിയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന വ്യക്തി, ശരീരം അധികം അനങ്ങാത്ത വ്യക്തിയാണ്. ഒരുപക്ഷെ ഞാനതുപോലെ കാണിക്കാൻ നോക്കിയിട്ട് എനിക്ക് മുട്ടുവേദന മസിൽ പിടുത്തമൊക്കെ ഉണ്ടായി. അപ്പോൾ ഫസ്റ്റ് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യാൻ പറ്റിയത് യോഗ പോലെയൊക്കെ കാണിക്കുമല്ലോ. ഫസ്റ്റ് അതുപോലത്തെ ഒരു വീഡിയോ ചെയ്ത ശേഷം നെക്സ്റ്റ് അതുപോലത്തെ കാണിക്കുന്ന ആയിരിക്കും ഉചിതമെന്നല്ല, അങ്ങനെ കാണിക്കുന്നതല്ലേടാ ശരി. എന്നാൽ പെട്ടെന്ന് ഇതിപ്പം വെറുതെ ശരീരം, ഞാൻ പറയല്ലേ, ശരീരം അനങ്ങാത്തിരിക്കുന്ന ലളിതമായിട്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റിയ ഓക്കെ, കുറേ കൂടുതലുണ്ട്. എങ്കിലും ഒരു കുറച്ച് ഭാഗങ്ങളാണ് അദ്ദേഹമായിട്ട് എനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചു തന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് ടൈമും പിന്നെ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ. കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇതിൽ ചെയ്ത വീഡിയോസ് ലെഗ് പ്രസ് ആൻഡ് സൈഡ് സീറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തുടക്കക്കാരായിട്ട്, അതും പുതിയ യങ്സ്റ്റേഴ്സാണ് കുഴപ്പമില്ല, പക്ഷേ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർ തുടക്കം മുതൽ എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രസ്സിങ് പെട്ടെന്ന് തന്നെ ചാടിക്കയറി ചെയ്യേണ്ട ആവശ്യകത ഒന്നുമില്ല. എല്ലാം ഇപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. ആദ്യം കുറച്ച് ഓടി വന്നിട്ട് കുറച്ച് ബേസിക് ഫ്ലെക്സിബിൾ എക്സസൈസ് മാത്രം ചെയ്തിട്ട് പിന്നീട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം സാവധാനം ഫുൾ എക്സർസൈസിലോട്ട് എത്താൻ ശ്രമിക്കുക. ആദ്യം തന്നെ എല്ലാം കൂടെ ചെയ്ത് അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറേശ്ശെയുള്ള ഞാൻ 2-3 എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സാധാരണ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൈഡ് സീറ്റാണ് പറഞ്ഞത്. സൈഡ് സീറ്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഇങ്ങനെ സൈഡിലോട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു തുടക്കക്കാരൻ, ഇപ്പം നേരത്തെ പറഞ്ഞ കണക്കാണ്, തുടക്കക്കാരൻ അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. സാവധാനം ഇത്ര ഇരുന്നാൽ മതി. ഇത്രയും ചെയ്താൽ മതി. ഇതിൻ്റെ അപ്പുറം ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം സാവധാനം ഇരുന്ന് അതേ കണക്കെ പ്രസ്സിങ് തന്നെ ആദ്യം തുടക്കത്തിൽ ഇത്രയും ചെയ്താൽ മതി. അല്ല, തുടക്കക്കാരൻ ഒരിക്കലും ഫുള്ളായിട്ട് ബാക്കിലോട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നടുവിന് അത്യാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. കൂടുതൽ ചെയ്യേണ്ട. കൈ കൂടുതൽ ഇത്രയും പൊക്കിയാൽ മതി. മൊത്തം വളയ്ക്കാൻ ശ്രമിക്കണ്ട. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ഫുള്ളായിട്ട് ചെയ്യുക. എന്തായാലും ഒരിക്കൽ കൂടി നന്ദി. എൻ്റെ കൂട്ടുകാരനായ സുലുവിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന, നല്ലവണ്ണമൊക്കെ വാച്ച് ചെയ്യുന്ന എല്ലാവരും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ലെഗ് റൈസും ബാക്ക് ബെൻഡും ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ലെഗ് റൈസിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ലെഗ് റൈസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ കാല് ഉയർത്തി ലെഗ് സ്പ്ലിറ്റിനും അതേപോലെ തന്നെ കാലിൻ്റെ വ്യായാമത്തിനും കൂടെ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ബേസിക് ലെഗ് റൈസ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതിനായിട്ട് ഒരു ഫോർവേഡ് സ്റ്റാൻസ് നിൽക്കുക. ഫ്രണ്ട് ബാക്കിലത്തെ കാല് പുറകിലോട്ട് ഇടുക. ഇച്ചിരി വൈഡായിട്ടിട്ട് ഇടുക. മുട്ട് മടക്കി വെക്കുക. ഫ്രണ്ട് മുട്ട് മടക്കുക. അതിനുശേഷം കാൽപ്പത്തി സ്ട്രൈറ്റ്, ഇങ്ങനെ കാണിച്ച കാൽപ്പത്തി ഇങ്ങനെ. ഓക്കെ, കാലിൽ റൈസ് ചെയ്യുമ്പം ആ പത്തി അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഓക്കെ, മേലോട്ട് റൈസ് ചെയ്യുക. 1 2 3. ഓക്കെ, അടുത്തത് ഇൻസൈഡ് ടു ഔട്ട്സൈഡ്, അകത്തുനിന്ന് വെളിയിലേക്ക് ചെയ്യുന്നതാണ് ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഓക്കെ, ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. 1 2 3 4
5. ഓക്കെ, ഇനി ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, അകത്തുനിന്ന് വെളിയിലേക്ക് റാ കണക്ക് നിൽക്കണം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കാല് റാ കണക്ക് വരണം, നമ്മുടെ മഴവില്ല് കണക്ക് റെയിൻബോ കണക്ക് വളഞ്ഞു വരണം. ഓക്കെ, ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, അതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ചെയ്യാം. 1 2 3 4. അങ്ങോട്ടേ നന്നോട്ട്. 1 2. ഓക്കെ, ഇനി അടുത്തത് സൈഡിലോട്ട് റൈസ്. സൈഡ് റൈസ് എന്ന് പറയും, നേരെ സൈഡിലോട്ട്. 1 2. 2 കാലം ചെയ്തു. 4 5 6. ഓക്കെ, ഇതേ കണക്ക് തന്നെ ബാക്കിലോട്ട് റൈസ് ചെയ്യുക. നേരെ പുറകിലോട്ട് നേരെ നിൽക്കുക, കൈകൾ ചുരുട്ടി പിടിക്കുക, അല്ലെങ്കിൽ കൈകൾ ഓപ്പൺ ആയിട്ട് പിടിക്കുക. അതിനുശേഷം പുറകോട്ട് റൈസ് ചെയ്യുക. നേരെ ചെയ്യുക. 1 2. അടുത്ത കാലിന് 3 4 5. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ലെഗ് റൈസിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ബേസിക് ലെഗ് റൈസ് ആണ്. എല്ലാ മാർഷൽ ആർട്സുകാരും ചെയ്യുന്ന ലെഗ് റൈസ് ഇതാണ്. ഇനി തുടക്കക്കാർക്ക്, നേരത്തെ ഒരു വീഡിയോയുടെ ഇതുകൊണ്ട് തുടക്കക്കാർക്ക് വേണമെങ്കിൽ ഞാൻ കാണിക്കുന്നതൊക്കെ ചെയ്താൽ മതിയാവും. തുടക്കം ഈ രീതിയിൽ പോകുക. 1 2 3 4. നേരെ 1 2. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 2 2. ഈ ബാക്കിലോട്ട് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചു കളയാം. 1 2. സൈഡിലോട്ട് ഇങ്ങനെ പൊക്കാം. 4. ഇത് തുടക്കക്കാർ ഇങ്ങനെ ചെയ്താൽ മതിയാവും. അതിനുശേഷം കാല് നന്നായിട്ട് ഫ്ലെക്സിബിളായ ശേഷം മാത്രം ഈ വ്യായാമം ചെയ്യാം. അതിനുശേഷം ലെഗ് സ്പ്ലിറ്റ് ചെയ്യുക. കാലുകളകത്ത് ലെഗ് സ്പ്ലിറ്റ്, കാലുകൾ അകത്തുക. അകത്ത് ഇരുന്ന ശേഷം ഇരിക്കുക. കിടക്കുക, ബാക്കിലോട്ട് ഇരിക്കുക. കൈ രണ്ടും കാല ക്യാച്ച് ചെയ്യുക. രണ്ട് ഇടത്ത് 2 കാലെല്ലാം ക്യാച്ച് ചെയ്യുക. എന്നിട്ട് തല കൊണ്ട് മുട്ടിക്കുക. ഇട സൈഡിൽ മുട്ടിക്കുക, പല സൈഡിലും മുട്ടിക്കുക. ഓക്കെ, ഇനി കാല് ചേർത്ത് വെക്കുക. ഇനി കാല് തല കൊണ്ട് മുട്ടിക്കുക. മുട്ടിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ലെഗ് വർക്കായിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ. ഇത്രയും വർക്കുകൾ ചെയ്യുന്നാൽ ലെഗ് സ്പ്ലിറ്റ് നന്നായിട്ട് വരും, എല്ലാം നല്ല ഇതായിട്ട് വരും. ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്തവർ രാഹുൽ, ധോണി, ആരതി, ഇത്രയും പേരാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എൻ്റെ ക്ലാസ്സിൽ നിന്ന് വന്ന കുട്ടികൾ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്തെക്കുറിച്ച് ഒരു ചെറിയ രൂപം തന്നെയാണ്. ഈ നിൽക്കുന്ന പ്രദേശം എൻ്റെ പ്രദേശത്തുള്ള ഒരു ചെറിയ പാടമാണ്. ഒരു ഏകദേശം 100 ഏക്കറിൻ്റെ അടുത്ത് വരും. ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആരും കുത്തിപ്പൊക്കി വീടുകളൊന്നും വെച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ നിന്ന് പോകുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ പ്രദേശം. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. നന്ദി, നമസ്കാരം.